ഫേസ്ബുക്ക് ഡിഫാൾട്ട് തീം മാറ്റണം. ഉപകാരം വളരെ 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 വലുതാണ്. നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഏത് തീമാണ് ഫേസ്ബുക്കിന് നല്ലത്? എല്ലാവരും സിസ്റ്റം ഡിഫാൾട്ട് തീമിലായിരിക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പണി ആവുമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാറ്റുന്നതിനുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ പ്രയോജനമൊന്നും പറയുന്നില്ല. പ്രയോജനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാതെ പ്രയോജനം കേട്ട് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ആദ്യം ആ സെറ്റിങ്സ് എവിടെയാണെന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അത് ഏത് തീമാണ് ഏത് തീമാണ് അതിന് നല്ലത്, അതെന്തൊക്കെയാണ് പ്രയോജനം, വലിയ പ്രയോജനങ്ങൾ എന്നൊക്കെ ഞാൻ വളരെ കൃത്യമായി ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനൽ ബെല്ലൈക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതില്ലാണെന്ന് ഓപ്ഷൻ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ഇന്ന വീഡിയോയിലോട്ട് പോകും. അതിനായിട്ട് ഞാനിപ്പോൾ ഫേസ്ബുക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാനിപ്പോൾ ബാറ്ററി സേവർ ഒന്ന് ഓൺ ചെയ്യാണ്. ബാറ്ററി സേവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ കറുത്ത കളറിൽ കാണും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ചാർജ് നിൽക്കാൻ വേണ്ടി ബാറ്ററി സേവർ ഓൺ ചെയ്തതാണ്. അല്ലാതെ എനിക്ക് ഫേസ്ബുക്ക് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫേസ്ബുക്ക് ഡിഫോൾട്ട് സിസ്റ്റം തീമിലായിരിക്കും കിടക്കുന്നത്. ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഏത് അക്കൗണ്ട് എടുത്താലും ആ ഒരു തീമിലായിരിക്കും ഫേസ്ബുക്ക് കിടക്കുന്നത്, സിസ്റ്റം ഡിഫോൾട്ട് തീമിൽ. ഇത് എങ്ങനെ മാറ്റാം, ഏത് തീമാണ് നല്ലത്, എന്തൊക്കെയാണ് ആ പ്രയോജനങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞ് ഞാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു ബാറ്ററി സേവർ മോഡ് ചാർജ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തതിന് ശേഷം എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ബാറ്ററി സേവർ മോഡ് ഓൺ ചെയ്തപ്പോഴും ഫേസ്ബുക്കിൻ്റെ മാറിയില്ല. ചില ആപ്ലിക്കേഷൻ്റെത് അങ്ങനെ മാറും. അങ്ങനെ മാറുന്ന ആപ്ലിക്കേഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി ആ സെറ്റിങ്സ് എവിടെയാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് പ്രയോജനങ്ങളെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. മൾട്ടിപ്പിൾ അക്കൗണ്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്താലും ഫേസ്ബുക്കിൻ്റെ ഡിഫോൾട്ട് മൊത്തത്തിലുള്ള തീം മാറുന്നതാണ്. ഫേസ്ബുക്കിൻ്റെ അത് മാത്രം യൂട്യൂബിലൊക്കെ പോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ മാറുന്നതാണ്. അതെങ്ങനെയെന്നാണ് പറഞ്ഞു ഞാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിൻ്റെ അവിടെ 3 ലൈൻസ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ തന്നെയുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ അവിടെ മുകളിൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് പേജിലേക്കായിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നോട്ടിഫിക്കേഷൻ, ആക്സസിബിലിറ്റി, ടാബ് ബാർ, ലാംഗ്വേജ് ആൻഡ് റീജിയൻ, മീഡിയ ടൈം ആൻഡ് മെഷർമെൻറ്റ്. അവിടെ ഡാർക്ക് മോഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ മോഡ് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. ഞാൻ പറയുന്ന മോഡ് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ പ്രയോജനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂസ് സിസ്റ്റം സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ മോഡിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് സിസ്റ്റം സെറ്റിങ്സിൽ ഞാൻ ഇപ്പോൾ ബാറ്ററി സേവർ ഓൺ ആക്കിക്കൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്. എൻ്റെ സിസ്റ്റം ഡിഫോൾട്ട് ഇങ്ങനെയാണ്. സിസ്റ്റം ഡിഫോൾട്ട് ആയാലും എനിക്കിങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു തീമും വേണ്ടാതെ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഡാർക്ക് തീം മോഡിലേക്ക് മാറി. ഇതുകൊണ്ടുള്ള പ്രയോജനം പലവർക്കും അറിയാം. എന്നാലും അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് ഫേസ്ബുക്ക് കാണുമ്പോൾ നല്ല കണ്ണ് അധികം സ്ട്രെയിൻ ചെയ്യാതെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. യൂട്യൂബ് ആപ്ലിക്കേഷനിലൊക്കെ ഈ സെറ്റിങ്സ് ഉള്ളതാണ് ഡിഫോൾട്ടായിട്ട്. അതിൽ മാത്രം ഇതുപോലെ മാറ്റാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ബാറ്ററി സേവർ ഓപ്ഷൻ ഓൺ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ സിസ്റ്റം ഡിഫോൾട്ട്
യൂസ് സിസ്റ്റം സെറ്റിങ്സിൽ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ വരുന്നത്. ഇത് ഓഫായിരിക്കും അല്ലെങ്കിൽ യൂസ് സിസ്റ്റം സെറ്റിങ്സിലായിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് കുളിമ വരണത് മാത്രമല്ല, നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് ഈ ഡാർക്ക് തീമിൽ ഫേസ്ബുക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ഉള്ളതാണ്. അതാണ് ഇത് കൊണ്ടുള്ള 2 വലിയ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. ഇതറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾ ഇനിയുണ്ട്. യൂട്യൂബിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂട്യൂബ് ആപ്ലിക്കേഷനിൽ മാത്രം നമുക്കിങ്ങനെ തീം മാറ്റാൻ സാധിക്കുന്നതാണ്. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡാർക്ക് തീം മോഡ് ഓപ്ഷൻ ഓൺ ചെയ്തുകൊണ്ടാണ് ഈ യൂസ് സിസ്റ്റം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ കളറിൽ ഈ തീമിൽ വരണത്. അതായത് ഡാർക്ക് തീം മോഡിൻ്റെ കളറ് അതായതുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് സിസ്റ്റം ഡിഫാൾട്ട് ഏത് കളറിലാണ് വരണത്, ഇത് ഓഫിലാണെങ്കിൽ ഈ കളറിലായിരിക്കും, ഫേസ്ബുക്കിൻ്റെ ഡിഫാൾട്ട് കളറിലായിരിക്കും. ഇത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് 2026 ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ തീം മാറ്റേണ്ടത്. നിങ്ങളെ ഇഷ്ടത്തിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന തീം എന്ന് പറഞ്ഞാൽ ഡാർക്ക് തീം മോഡ്. ഇതുകൊണ്ടുള്ള 2 പ്രയോജനങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പ്രയോജനം, നമുക്ക് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ കാണുമ്പോഴത്തേക്കും കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ ഈ തീം വെച്ച് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീമിൽ നിങ്ങൾ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ മാത്രം പെട്ടെന്ന് ബാറ്ററി ചാർജ് തീരാതെ ഇരിക്കും. അപ്പോൾ ഇത് എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് തീം മോഡൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ മാത്രം ഇങ്ങനെ ഡാർക്ക് തീം മോഡൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് മാത്രം ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ തീം മാറ്റാണ്ട് വരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട്, അറിഞ്ഞിടാത്തവർക്കാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതര ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുമെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഞാനിത് പറഞ്ഞതുപോലെ തന്നെ അറിഞ്ഞൂടാത്ത ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, അറിയുന്നുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം അറിഞ്ഞൂടാതെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർക്കും ഉപകാരമായി മാറും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് 1 ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.